രേണു 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 രേണുമയം എവിടെ നോക്കിയാലും രേണു തന്നെയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷനും കൂടി എടുത്തതിൽ പിന്നാലെ പിന്നെ അങ്ങോട്ട് രേണു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും നെഗറ്റീവ് എങ്കിൽ നെഗറ്റീവ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നതെന്ന് പറയുന്നത്. എന്തു പറയാനാണ് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ രേണു ഇട്ടിട്ട് ഇട്ട് 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 കൊടുക്കുകയല്ലേ. അപ്പൊ പിന്നെ ഇതൊക്കെ എടുത്ത് എന്താ പറയാ റിയാക്ഷൻസും അതോടൊപ്പം തന്നെ ഇതൊക്കെ എടുത്ത് നെഗറ്റീവ് പറയാനും ഒക്കെ തന്നെ ആളുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നെഗറ്റീവ് വോളികളെ അത്രത്തോളം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തി രേണുവിനപ്പുറം വേറെ ആരും തന്നെ ഇല്ല എന്ന് എടുത്തു പറയേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് രേണുവിന് ഇപ്പൊ ആകപ്പാടാണ് വല്ലാത്ത രീതിയിൽ ദേഷ്യമൊക്കെ പിടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. കാരണം താൻ കാശ് കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളും എല്ലാം തന്നെയും സെറ്റാക്കി വെച്ചിരിക്കുമ്പോൾ, അതായത് തൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കോണ്ടന്റുകൾ കാണണമെങ്കിൽ കാശ് കൊടുത്ത് തന്നെ കാണണം. ഇത്ര രൂപ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് തന്ന് ആർക്ക് വേണമെങ്കിലും എൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കാണാമെന്ന് രേണു സുധി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ആ സംഭവ വികാസം ഇപ്പോൾ ആരൊക്കെയോ ചേർന്ന് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തിട്ട് പുള്ളിക്കാരത്തിയുടെ എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ ലീക്ക് ആക്കി എന്ന തരത്തിലായി ഇപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ അതിനെതിരെ ഇപ്പോൾ രേണു രംഗത്ത് വന്നുകൊണ്ട് ഞാൻ കേസ് കൊടുക്കും കേട്ടോ, ഞാൻ കേസ് കൊടുത്ത് ഞാൻ എല്ലാത്തിനെയും പെടുത്തും എന്നുള്ള രീതിയിലോട്ടായി. അതായത് എൻ്റെ എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് പബ്ലിക് ആക്കാനായിട്ട് നിന്നോടൊക്കെ ആരാടാ പറഞ്ഞത് എന്ന തരത്തിലായിരുന്നു രേണുവിൻ്റെ പുതിയ ഒരു വീഡിയോ ഇറങ്ങിയതെന്ന് പറയുന്നത്. എന്തു പറയണോടെ ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞ കാരണം എന്ന് പറയുന്നത് രേണു തന്നെയാണ് ശരിക്കും ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടതെന്ന് പറയുന്നത്. അപ്പോൾ പാവൻ രേണു അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് പലരുമൊക്കെ കയറി കാണും. അങ്ങനെ കയറിയ കൂട്ടത്തിൽ ഈ പറയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ ലീക്കാക്കാൻ പറ്റുന്ന ആൾക്കാരും അതിൻ്റെ അകത്ത് കയറി കാണും. അപ്പോൾ ഇത് രേണുവിന് പണി കിട്ടി. അതായത് കാശ് കൊടുത്ത് കാണുന്നവരാരായി? ശശിയായി. കാരണം ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ലീക്കാക്കി കഴിഞ്ഞാൽ പിന്നെ കാശ് കൊടുത്ത് കാണുന്നത് വെറുതെ ആവത്തില്ലേ? ആ ഒരു തരത്തിലോട്ടായി. പിന്നെ രേണുവിന് സഹിക്കാൻ പറ്റുമോ അതൊക്കെ? കാശ് കിട്ടുന്ന കാര്യമാണേ, സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അങ്ങനെ രേണു അത് ആ ഒരു തരത്തിൽ കേസിന്റെ കാര്യത്തിലേക്കൊക്കെ പോകുന്നു എന്നൊക്കെ തന്നെയാണ് രേണു പറഞ്ഞിരിക്കുന്നത്. എന്താവോ എന്തോ. കാരണം എന്ന് പറയുന്നത് ഇതിന് മുന്നേ കണ്ട എന്തോ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ രേണു പോയിട്ട് അവസാനം ഏതോ ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് കരയുന്നതും എന്തൊക്കെയോ പറയുന്നതുമായിട്ടൊക്കെ തന്നെയുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. ഏതോ ഒരു വ്ളോഗർക്കെതിരെ കണ്ടാണ് ഈ പറയുന്ന രീതിയിൽ രേണു അവസാനം കേസ് കൊടുക്കാനെ പോയിട്ട് അവസാനം രേണു തന്നെ കരഞ്ഞുകൊണ്ട് അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതോ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് ഏതോ ഒരു ചാനലിനൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെയോ പറയുന്ന തരത്തിലോട്ടുള്ള വീഡിയോ കണ്ടത്. എന്തിരാവോ എന്തോ ഇനി അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് രേണു ഈ പറയുന്ന രീതിയിൽ നിലത്തുമല്ല ആകാശത്തുമല്ല എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ നെഗറ്റീവ് വോളികൾക്ക് എന്ന് മാത്രമല്ല ഈ പറയുന്ന പ്രേക്ഷകർക്ക് മലയാളികളായിട്ടുള്ള പലർക്കും അത് ശരിക്കും പറഞ്ഞാൽ രേണുവിനോടുള്ള ഒരു നെഗറ്റീവ് ഇത് കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരു പൊടിക്കൊക്കെ അഹങ്കാരം കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്തൊക്കെ തന്നെ ആയാലും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതില്ല എനിക്ക് നെഗറ്റീവ് മാത്രം മതി എന്നുള്ള ഒരു മോഡലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും അത് ഒരു വെറുപ്പിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറണം. അത് ഒഴിവാക്കിയാൽ രേണുവിന് കൊള്ളാം. പക്ഷെ ഒഴിവാക്കുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല. കാരണം രേണുവിന് ആകപ്പാടുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് നിലവിൽ നെഗറ്റീവ് മാത്രമാണ്. കാരണം ഞാൻ രേണുവിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ രേണു തന്നെ തള്ളി മറിക്കുന്നുണ്ടല്ലോ, എൻ്റെ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്താൽ ഞാൻ അത് ചെയ്യും ഞാൻ ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ തന്നെയാണല്ലോ, ഇവരൊക്കെ ഉള്ളത് കൊണ്ടല്ലേ രേണു ഇങ്ങനെ പോകുന്നതെന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന രേണുവിന് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിൽ കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടു എന്ന് കരുതിയിട്ട് രേണുവിന് എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമായി മാറും, അല്ലെങ്കിൽ രേണുവിന് ആ ഒരു തരത്തിലുള്ള റീച്ച് കാര്യങ്ങളൊക്കെ ആയി മാറും എന്നുള്ള ഒരു ചിന്താഗതിയാണോ?
ഈ പറയുന്ന രേണു ചെയ്തിടുന്ന ഓരോ കാര്യങ്ങളും അത് എന്ത് തരമാണ് എന്നുള്ളത് അത് കാണുന്നവർക്കറിയാം. അത്രയ്ക്കും വലിയൊരു സാധനം ആയതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഭൂരിഭാഗം പേരും അതിനെതിരെ തെറിക്കമന്റുകളും കാര്യങ്ങളുമായിട്ട് അതിന്റെ താഴെ വരുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെ തന്നെ നമുക്കും തോന്നിപ്പോവും സ്വാഭാവികമായിട്ടും. കാരണം അങ്ങനെയൊക്കെ ആൾക്കാർ കാണുന്നതും അതോടൊപ്പം തന്നെ കാണിക്കുന്നതും അതോടൊപ്പം തന്നെ തെറികൾ പറയുന്നതും അതെടുത്ത് റിയാക്ഷൻ ചെയ്യുമ്പോഴൊക്കെ തന്നെയാണല്ലോ ഈ പറയുന്ന രേണുവിന് റീച്ച് ഉണ്ടാവുന്നത്. ഇനിയിപ്പോൾ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, രേണുവിനെതിരെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് വ്ളോഗേഴ്സുകൾ തുന്നിഞ്ഞിറങ്ങി രേണുവിനെതിരെ നെഗറ്റീവ് പറയുന്നെന്ന് വച്ചോ, അതും ഈ പറയുന്ന രേണുവിനൊരു റീച്ച് തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം പറയാനും നെഗറ്റീവ് പറയാനായാലും ആരും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രേണു എന്ന് പറയുന്ന വ്യക്തി ഇല്ല. കാരണം രേണു ഇപ്പൊ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലാണ് രേണു പിടിച്ചു നിൽക്കുന്നത്. ഇനി അതുകൂടി ഇനി ഈ പറയുന്ന രീതിയിൽ വ്ളോഗേഴ്സിന്റെ വാടപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ പിന്നെ രേണു കുറച്ചൊന്ന് പാടുപെടും എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇങ്ങനെയൊക്കെ 4 പേര് പറയാനും എടുക്കാനും ഒക്കെ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. അത് കുറയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇനി എത്ര വലിയ ആളായാലും ഇനി എത്ര ഇനി അതായാലും ഇതായാലും ഒക്കെ തന്നെ ഡൗൺ ആയി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഇതൊക്കെ തന്നെ രേണുവിന് നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ഭാഗ്യമാണ്. അത് നെഗറ്റീവ് ആണെങ്കിൽ തന്നെയും ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ എത്ര നാളെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാരണം രേണുവിന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ രേണു പല തരത്തിലും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പല രീതിയിലുമുള്ള കാര്യങ്ങൾ പല തരത്തിൽ. കാരണം ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷന്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ രേണു ഇതിനു മുന്നേ തന്നെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങണമായിരുന്നു. അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഒരു ഹേറ്റേഴ്സ് രേണുവിന് ചിലപ്പോൾ ഉണ്ടായെന്ന് വരത്തില്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ആൾക്കാർ പൈസ കൊടുത്ത് അതിൻ്റെ അകത്ത് കയറി കാണുന്ന ഒരു സംഭവവികാസമാണല്ലോ. അപ്പോൾ നമുക്ക് പബ്ലിക്കിൽ ഇത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കാശ് കൊടുക്കുന്നവർക്ക് മാത്രം കാണാം എന്നുള്ള ഒരു തരമായിരുന്നു. പക്ഷെ ഇതിന് മുന്നേ രേണു ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഈ പറയുന്ന എല്ലാ ലൊടുക്ക് കാര്യങ്ങളും ഒക്കെ തന്നെയും എടുത്ത് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടുക, അത് നാട്ടുകാരെ കാണിക്കുക, ആ ഒരു തരത്തിലോട്ടായിപ്പോയി. അത് ശരിക്കും പറഞ്ഞാൽ രേണുവിന് നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഇനി അതൊക്കെ പോസിറ്റീവായി മാറാനൊക്കെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രേണു ഇനിയിപ്പോൾ എന്തായാലും ചെളിയിൽ വീണു, ഇനിയിപ്പം കംപ്ലീറ്റ് ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ള തരത്തിലായിരിക്കാം രേണുവിൻ്റെ ഇപ്പോഴത്തുള്ള ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെ എവിടം വരെ പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിൽ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനും അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമും ഒക്കെ തന്നെയും രേണു നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. കാരണം ഇതൊക്കെ തന്നെ എപ്പോൾ പൂട്ടിക്കെട്ടി പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം നാട്ടുകാരൊന്നടങ്കം ഈ പറയുന്ന രീതിയിൽ രേണുവിനെ തെറിവിളിയും അത് ഇത് മറ്റതും മറിച്ചതും ഒക്കെ തന്നെയാണ്. ഇതിനെതിരെ വന്നിട്ട് അവർക്ക് കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയുക കനൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി മണ്ണെണ്ണ അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുത്ത് ആളി കത്തിക്കുന്ന ഒരു സ്വഭാവമാണ് രേണു ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കാരണം പുള്ളിക്കാരത്തേക്ക് റീച്ച് വേണം. പുള്ളിക്കാരത്തേക്ക് റീച്ച് വേണമെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ അവൻ എന്നെ അങ്ങനെ പറഞ്ഞു, യവൻ എന്നെ ഇങ്ങനെ പറഞ്ഞു, യവ അത് ചെയ്തു, അവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോ ഒന്ന് ഇടും. ആ വീഡിയോ ഇട്ടിട്ട് ഇനി അത് ബാക്കിയുള്ളവരെടുത്ത് അത് റിയാക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ അതിന് താഴെ കുറേ അധികം പച്ചത്തെറികൾ പച്ച അപരാധങ്ങൾ ഇങ്ങനെ വന്ന് നിറയണം. ഇതൊക്കെയാണ് ഇപ്പോൾ രേണു സുധി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത്. എന്നിട്ട് എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയിട്ടാണല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം എന്നുള്ള തരത്തിൽ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഒന്നും പറയണ്ട, എക്സ്ക്ലൂസീവ് കോണ്ടന്റുകൾ നിറയ്ക്കുന്നു രേണു സുധി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി എവിടം വരെ പോകുമെന്നുള്ളതും ഇനി അവസാനം ഇൻസ്റ്റഗ്രാം തന്നെ അതിനൊരു അറുതി വരുത്തുമോ എന്നുള്ളതും ഒക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും കാര്യങ്ങളുടെ പോക്ക് ശരിയായിട്ടുള്ളൊരു ദിശയിലല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഈ ഒരു പോക്ക് രേണുവിന് ഗുണകരമായി മാറുമോ അതോ രേണു തന്നെ പയ്യാവേലികൾ പിടിച്ചു വച്ച് 8ന്റെ പണി ഉണ്ടാക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.